ഹായ് മക്കളെ, സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ എന്താണ് പേപ്പർ 3 എളുപ്പമായിരുന്നല്ലേ ഇത്തവണ? പൊതുവെ എന്ന് പറയുമ്പോൾ മറ്റുള്ളതാണല്ല, ഇത്തവണ കുറച്ച് എളുപ്പമായിരുന്നു അല്ലേ? ഏ, കുറച്ച് ഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ രീതിയിലായിരുന്നു അല്ലെ? ഓൾമോസ്റ്റ് ഡയറക്റ്റ് ഈസി അല്ലായിരുന്നു ഇത്തവണത്തെ മാത്സ് എക്സാം എന്ന് പറയുന്ന. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് അനലൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പേപ്പർ 4 വേണ്ടി എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പേപ്പർ 1, 2, 3, 4. ഒന്നാമത്തെ പേപ്പർ അക്കൗണ്ട്സ് മിക്കവർക്കും എന്തായിരുന്നു? ഈസി ആയിരുന്നു. ലോ എന്ന് പറയുന്ന ഒരു ആവറേജ് പേപ്പർ ആയിരുന്നു അല്ലെ? ടഫ്, ആവറേജ് അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം. പേപ്പർ 3 വെച്ച് 100% ആളുകൾ പറഞ്ഞത് എന്താണ്? ഈസി പേപ്പർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ നാലാമത്തെ പേപ്പർ എന്തായിരിക്കും? സോ അക്കൗണ്ട്സും ഈസി ആയിരുന്നു, മാത്സും ഈസി ആയിരുന്നു, ലോ ഒരു ആവറേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് ഒരു ചാൻസ് ആണ് ബി സിക്ക് എന്താവാം, മേ ബി ഒന്നെങ്കിൽ ടഫ് ആവാം, അല്ലെങ്കിൽ ആവറേജ് പേപ്പർ ആവാനാണ് ചാൻസ് കൂടുതൽ കിടക്കുന്നത്. ഓക്കെ, ഒന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, ജസ്റ്റ് ഇൻഫർമേഷൻ തരുന്നതെന്നുള്ളൂ. അതുപോലെ തന്നെ മക്കളെ, അയ്യോ ഈ പേപ്പർ 4 ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കുന്നവരുണ്ടാവും ഇപ്പോഴും. കാരണം ആദ്യത്തെ അക്കൗണ്ട്സും ലോയും പാടായിട്ടുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അവർ ചിന്തിക്കും, നീ എന്ത് ചെയ്യും മക്കളെ? പേപ്പർ 4 എന്ന് പറയുന്ന നിങ്ങളുടെ എക്സാം വിന്ന് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പേപ്പറാണ്. എന്ന് വെച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ സഹായിക്കും. നമുക്ക് ഇന്നത്തെ പേപ്പറിന് ഇത് നിങ്ങൾ കൂടുതൽ പേരും എളുപ്പമായിരുന്നു സാറേ, എന്തായിരുന്നു ടൈം കിട്ടിയില്ല, ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചു തീർക്കാൻ പോലും ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരോടാണ് പേപ്പർ 4 നിങ്ങൾക്ക് ടൈം കിട്ടും. ഓക്കെ, പേപ്പർ 4 നിങ്ങൾക്ക് ടൈം കിട്ടും. നിങ്ങൾക്ക് എന്നാലും ഒരു അരമണിക്കൂറെങ്കിലും എക്സ്ട്രാ ചുമ്മാ കിടക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ 2 തുടങ്ങും, ഒരു 3:30 ഒക്കെ ആകുമ്പോൾ എന്നാലും എഴുതി തീരും. 3:30 to 4 മണി വരെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, നിങ്ങൾ ചുമ്മാ ഇരിക്കുമായിരിക്കും. ചില പിള്ളേരൊക്കെ 2 തൊട്ട് 3 വരെ എക്സാം എഴുതും, ബാക്കി 1 മണിക്കൂർ ചുമ്മാ ഇരിക്കുന്നതായിട്ട് കാണാം. അവരെങ്ങനെയായിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനുള്ളവരെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. പരീക്ഷയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം പേപ്പർ 4 ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം, മെയിൻ ആയിട്ട് ബി സി കെ പഠിക്കാൻ പറ്റും, ബി സി കെ പഠിച്ചു ചേർക്കുക. ഓക്കെ, ബി സി കെ പഠിക്കാൻ നോക്കുക. ഇനി അതല്ലെങ്കിൽ എക്കണോമിക്സിന്റെ അകത്താണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ 1 പഠിക്കുക, അതുപോലെ ചാപ്റ്റർ 5 പഠിക്കുക. എന്നിട്ട് ബാക്കി അതിന്റെ ഇടയ്ക്കുള്ള 2, 3, 4 ചാപ്റ്ററുകൾ പഠിക്കുക. ഓക്കെ ഓക്കെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 ചാപ്റ്ററിന് കുറച്ചുകൂടി നല്ല ലോജിക്കൽ പരമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. കുറച്ച് ഹാർഡ് ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് മിക്കതും തിയറിയാണ്, ഇത് ഡയറക്റ്റ് ചോദ്യങ്ങൾ കൂടുതലും വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്, നമുക്ക് ഉറപ്പായിട്ട് തന്നെ എലാസ്റ്റിക് സിറ്റി എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ചോദ്യം നിർബന്ധമായിട്ട് വരുന്നതാണ് മിക്ക വർഷവും. ബിസിനസ് സൈക്കിളിന്റെ അകത്ത് നമ്മള് ഭൂമിന്റെ കേസ്, അതിന്റെ ഓർഡർ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതായിരിക്കും കേട്ടോ. ആ ഒരു ഓർഡർ ഒക്കെ പഠിച്ചു വെക്കുന്നത് കുറച്ച് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മക്കളെ, ഇന്ന് നിങ്ങൾ ടെസ്റ്റ് എടുക്കുക, അത് വായിച്ചുകൊണ്ടിരിക്കുക, റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിന് സമയമില്ല. ഇനി നിങ്ങൾ ഫുൾ വായിച്ചെത്തുമോ? ഇനി എക്കണോമിക്സും ബി സി കെയും ഫുൾ ടെസ്റ്റ് നിങ്ങൾ 1.5 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുമോ? ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യാൻ ടൈം ഉണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ടെസ്റ്റില് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ചെയ്ത് തീർത്തിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ ചെയ്യുക. സ്കാനർ ഉണ്ടെങ്കിൽ സ്കാനറിലെ ക്വസ്റ്റ്യൻ ചെയ്യുക, ക്രാക്കർ ഉണ്ടെങ്കിൽ ക്രാക്കറിൽ ചെയ്യുക. അതുപോലെ തന്നെ MGP-യിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നെറ്റിൽ കിട്ടും, അത് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ചെയ്ത ക്വസ്റ്റ്യൻ ഇവിടെ വരും, ചിലപ്പോൾ ഇവിടെ ചെയ്ത ക്വസ്റ്റ്യൻ ഇവിടെ വരും, ചിലപ്പോൾ ഇവിടെ ചെയ്ത ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ വന്നേക്കാം, ചിലപ്പോൾ ഇവിടെ തന്നെ വന്നേക്കാം. എങ്ങനെയായിക്കോട്ടെ, റിപ്പീറ്റഡ് ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, ചെയ്യുക. മാക്സിമം നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുക. കാരണം ഈ മാത്സ് നിങ്ങൾ ഒരു 400 ക്വസ്റ്റ്യൻ മോള് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന് എന്തായാലും ഒരു 20 ചോദ്യങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കത്തില്ലേ? ഓട്ടെ, 20 ആയിരിക്കും, അതിന് കൂടുതൽ ചോദ്യങ്ങൾ വരും. ഓക്കെ, തീരെയൊക്കെ ഡയറക്റ്റ് അല്ലേ ചോദിക്കുള്ളൂ. പിന്നെ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള എലാസ്റ്റിസിറ്റിയുടെ ഭാഗത്തിനൊക്കെ അല്ലേ കുറച്ച് കണക്കൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. അവിടെ നമ്പേഴ്സ് മാറ്റി കളിക്കുന്നല്ലേ ഉള്ളൂ. സോ അത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക. അത് പഠിക്കുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക. ഓക്കെ, ഒരു ചോദ്യം കിട്ടിയില്ല, ചോദ്യത്തിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കുക. അത് ഏത് ടോപ്പിക്കിലാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം നമുക്ക് ആയിട്ടുണ്ടാവില്ല. കുറെ നമ്മളിപ്പോ 6 മാസത്തോളം നമ്മൾ ഈ ബുക്കുമായിട്ട് ഈ സബ്ജക്റ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യണല്ലേ. സോ ആ നമുക്ക് അറിയാതിരിക്കാം. ഓക്കെ,
അതുപോലെ തന്നെ മക്കളെ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺഫ്യൂഷൻസ് ഉണ്ടാവാം. കൺഫ്യൂഷൻസ് ഉള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യല്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഓപ്ഷൻ 1 അല്ല ഓപ്ഷൻ 2 3 4 ഉത്തരം ഇന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്ത് പോവുക. ഓക്കെ, ഇനി അങ്ങനെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 40 കിട്ടുന്നുള്ളെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, 2 ഓപ്ഷൻസ് എങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അത് പിന്നെ നിങ്ങൾ ഒരു മജോറിറ്റി വെച്ച് നിങ്ങൾ കുറച്ച് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ മിനിമം ചെയ്യണം സാറേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 20 to 80 ചോദ്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. 100 ചെയ്യാൻ പറ്റിയാൽ ചെയ്തോ, കാരണം നിങ്ങൾക്ക് ചെയ്യാൻ സമയം കിട്ടും. അറിയാമെങ്കിൽ മാത്രം, കാരണം നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 4 തെറ്റിയ 1 മാർക്ക് പോകും. അത് ഓർമ്മ വെച്ചോണ്ട് വേണം ചെയ്യാൻ. സോ എന്ത് ചെയ്യാം, ചിലരുണ്ട് 40 എണ്ണം ഏതാ 40 എണ്ണം നിൽക്കാലും 40 എഴുതുമ്പോൾ നിങ്ങൾ എന്തായാലും അത് 1 2 നിങ്ങൾ തെറ്റും. ഓക്കെ, 50 ഏതാ ഓക്കെ അല്ലേ, 50 എഴുതിയാലും എന്നെ കുഴപ്പമില്ല, നമ്മൾ എത്ര നെറ്റ് അടിക്കാൻ അറിയത്തില്ല. അത് മാത്രമല്ല പേപ്പർ 1 2 3 പേപ്പർ 2 ടഫാണ് കുറെ പേര് പറഞ്ഞു. സോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, നമുക്ക് പേപ്പർ 4 നല്ല മാർക്ക് മേടിച്ചാലാണ് ഈ പേപ്പർ 2 മാർക്ക് അഗ്രിഗേറ്റ് തീർക്കാൻ പറ്റുള്ളൂ. സോ ഒരു 70 പ്ലസ് 16 പ്ലസ് മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, പേപ്പർ 4 നമുക്ക് അച്ചീവ് ചെയ്യണം. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇന്ന് പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ BCK തുടങ്ങുക, BCK ഫസ്റ്റ്. ഇനി എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചാപ്റ്റർ 1 പഠിക്കുക എക്കണോമിക്സിന്റെ അകത്ത്. അത് കഴിഞ്ഞ് ചാപ്റ്റർ 5 പഠിക്കുക, കൺസെപ്റ്റ് പഠിക്കുക, ചോദ്യങ്ങൾ ചെയ്യാം. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട 2 3 4 5 ചാപ്റ്ററിലേക്ക് കിടക്കണ്ട, അത് നിങ്ങൾ നാളെ കടന്നു. ഓക്കെ, കാരണം കുറച്ച് ടഫായിരിക്കും. ഇത് ആദ്യമേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. ഈസി ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം. കാരണം മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റർ തീർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സ് സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതിന് 15 മാർക്ക് അടുത്തുള്ള ചോദ്യം വരാറില്ലേ, ഇതിനും നല്ല രീതിയിൽ ചോദ്യം വരാറുണ്ട്. സോ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ഇവിടെ സ്കോർ ചെയ്യാം. എലാസ്റ്റിറ്റി എന്നായാലും പഠിക്കുന്ന ഉറപ്പായിട്ട് ഷോർട്ട് ചോദ്യം എലാസ്റ്റിറ്റി എന്ന ഭാഗത്തിന് പറഞ്ഞാണ്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഡൈവേഴ്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവിടെ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്, അതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം തന്നെ നമുക്ക് കോൺഫിഡൻസോട് മാത്രം ആൻസേഴ്സ് എഴുതുക. അയ്യോ ബാക്കിയുള്ളവർ എഴുതി ചുമ്മാ ഇരിക്കുമല്ലോ, ഞാൻ എഴുതാൻ മെനകടായി പോവാം, ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേപ്പറെ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ കൂടെ വന്നതിന് അവർ പറഞ്ഞിട്ടുണ്ടാവും അവർ 50 ചോദ്യം എഴുതിയാൽ മതി, അപ്പൊ ആ തെറ്റിപ്പോലും കുഴപ്പമില്ല, കുറച്ച് തെറ്റിയാലും നമുക്കൊരു 40 45 മാർക്ക് കിട്ടൂലേ. നിങ്ങൾ 80 അല്ലെ 90 മാർക്കിന് വേണ്ടി അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ചുമ്മാ ഇങ്ങനെ കണ്ണും കൂത്തി A B C ഇനി അതല്ലെങ്കിൽ ഇവിടെ കറുപ്പിച്ച് ഇവിടെ കറുപ്പിച്ച് ഇവിടെ കറുപ്പിച്ച് ഇവിടെ കറുപ്പിച്ച് അടുത്ത് ഇവിടെ കറുപ്പിച്ച് ഇവിടെ കറുപ്പിച്ച് ഇങ്ങനെ കളിപ്പിച്ച് അടുത്ത് നിന്ന് ഇവിടെ ഒന്നുകൂടി കളിപ്പിച്ച് ഇങ്ങനെ ഇവിടെ കളിപ്പിച്ച് ഇവിടെ ഒന്നുകൂടി കളിപ്പിച്ച് ഇങ്ങനെയൊക്കെ പോകല്ലേ. ഇതൊക്കെ ചുമ്മാ എന്താണ്, ഇങ്ങനെ ഉത്തരം വരുന്നെങ്കിൽ ഓക്കെ കേട്ടോ. നിങ്ങൾക്ക് ചുമ്മാ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ സാർ പറഞ്ഞു 90 ചോദ്യം അല്ലെങ്കിൽ 100 ചോദ്യം അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞോന്ന് പറഞ്ഞാൽ ഇത് ഫുൾ അറ്റൻഡ് ചെയ്യാൻ മൊത്തം കേട്ട് നെഗറ്റീവ് അടിച്ച് വെക്കല്ലേ. ഓക്കെ, ഫുൾ നെഗറ്റീവ് അടിച്ച് വെക്കല്ലേ. നമുക്ക് ഉറപ്പോടെ നമ്മളൊരു 40 to 50 ചോദ്യം എഴുതാം, ചിലപ്പോൾ 60 ചോദ്യം എഴുതാൻ പറ്റും ഉറപ്പോടെ. ഓക്കെ, ആ 60 എഴുതിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ ജസ്റ്റ് കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യാം. ഒട്ടും അറിയില്ലാത്ത കാര്യത്തിലോട്ട് അറ്റൻഡ് ചെയ്യാനേ പോകണ്ട. ഓക്കെ, മനസ്സിലായല്ലോ. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനി സാറേ പേപ്പർ 1 ഈസി ആയിരുന്നു, പക്ഷെ 2 ടഫ് ആയിരുന്നു സാറേ, 3 ചിലവർക്ക് ടഫ് ആയിരിക്കുമല്ലോ. മാത്സ് 80% ആൾക്കാർക്കാണ് ഈസി എന്ന് പറഞ്ഞത്, ബാക്കി 20% ആൾക്കാർക്ക് ടഫാണ്. സോ അവർ തീരുമാനിക്കോ പേപ്പർ 3 ടഫ് ആയിരുന്നു, 2 ടഫ് ആയിരുന്നു. ചില ആൾക്കാർ പേപ്പർ 1 ടഫ് ആയിരിക്കുമല്ലോ, അപ്പൊ പേപ്പർ 4 എന്തായാലും പോയി, അല്ല 3 പോയി, അപ്പൊ എഴുതിയിട്ട് കാര്യമില്ല മക്കളെ. ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ, ഈ 6-ാം തീയതി വരെ എന്റെ എക്സാം ഉള്ളൂ. സോ ഇന്ന് 4-ാം തീയതി തീർന്നു, 5-ാം തീയതി ഒരു ദിവസം, 6-ാം തീയതി 1.5 ദിവസം, 1.5 ദിവസമല്ലേ മക്കളെ ഉള്ളൂ. ഈ 1.5 ദിവസം കഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് പോയി എഴുതി നോക്കി. ഈ 1.5 ദിവസം നിങ്ങൾ ഫുൾ വർക്ക് എടുക്കുക. ഫുൾ ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നിങ്ങൾ ചെയ്യാം. എക്കണോമിക്സിനും BCKക്കും പക്കാ മാർക്ക് മേടിക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഒരു 90+ മേടിക്കാനുള്ള ലക്ഷ്യത്തെ വെച്ച് പഠിച്ചോ. കാരണം നിങ്ങൾ ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് ഒക്കെ ആൾക്കാരുടെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എക്കണോമിക്സും BCKയും കൂടുതൽ പേര് 90+ മാർക്ക് മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 80+ മേടിച്ചിട്ടുണ്ടാവും, 70+ കൂടുതൽ മേടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് മേടിക്കാം, നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നിങ്ങൾ തേരും കൂടി ഇഷ്ടപ്പെടുന്ന ഒരാളായി നിങ്ങൾക്ക് സുഖമായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സുഖമായിട്ട് പാസ് ചെയ്യാൻ പറ്റും മക്കളെ. 1 2 3 എഴുതിയിട്ട് 4 എഴുതാതെ ഇരിക്കല്ല, നിർബന്ധമായിട്ട് പോയി 4-ാമത്തെ പരീക്ഷ എഴുതണം. 3
മാത്സ് ബാലികേറാമറ തീർന്നില്ലേ, ഇനി പേപ്പർ 4 അല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും എക്കണോമിക്സ് ഈസി ആണല്ലോ എന്നൊരു കൺസെപ്റ്റിൽ പോകാൻ നിൽക്കേണ്ട, ചിലപ്പോൾ ടഫ് ആയിരിക്കാം. ഞാൻ പറഞ്ഞു പേപ്പർ 1 ഈസി ആയിരുന്നു, പേപ്പർ 2 ആവറേജ് ആയിരുന്നു, പേപ്പർ 3 ഈസി ആയിരുന്നു. സോ പേപ്പർ 4 ഒന്നെങ്കിൽ ടഫോ അല്ലെങ്കിൽ ആവറേജോ ആവാൻ ചാൻസ് ഉണ്ട്. അയ്യോ ടഫ് ആണെങ്കിൽ, ടഫ് പേപ്പർ ആണെങ്കിൽ പോലും 40 മാർക്ക് കിട്ടാനുള്ള ചോദ്യത്തിന്റെ ഉത്തരം അതിലുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത സാധനം നിങ്ങൾ എഴുതാൻ പോകണ്ടാണ്. ഉറപ്പില്ലാത്ത സാധനം നിങ്ങൾ അറ്റൻഡേ ചെയ്യണ്ട. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഉറപ്പായിട്ടുള്ള 40 50 ഓക്കെ. ബാക്കി എല്ലാത്തിലും 3 ഓപ്ഷൻസ് ഡൗട്ട് ഉണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് 50 മാർക്ക് മതി. ഓക്കെ, നിങ്ങൾ ഉറപ്പ് ഷുവർ ഷോട്ട് ആയിട്ടുള്ള ചോദ്യം 100% ഉറപ്പുള്ള ചോദ്യം ആദ്യം എഴുതുക. അത് കഴിഞ്ഞ ഒരു 80 to 100% അതിന്റെ താഴോട്ട് പോയി നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തമ്മിലുള്ള ഡൗട്ട് ഉള്ളെങ്കിൽ എ ആണോ ബി ആണോ അറിയത്തില്ല, അല്ലെ ബി ആണോ സി ആണോ അറിയത്തില്ല, എ ആണോ ഡി ആണോ അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ഇത് വെച്ച് നിങ്ങൾക്ക് കുറച്ച് ചോദ്യം കൂടെ അറ്റൻഡ് ചെയ്ത് കുഴപ്പമില്ല. കാരണം കുറച്ച് നെഗറ്റീവ് അടിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ നിങ്ങൾ ഷുവർ ഷോട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. അതുകൊണ്ട് ഇന്നത്തെ കുറച്ച് പേരുടെ ഡൗട്ടാണ്, എത്ര ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ 30 എണ്ണം അല്ലെ ഞാൻ 20 എണ്ണം അറ്റൻഡ് ചെയ്തോളൂ, അപ്പൊ ഞാൻ ഇനി അടുത്ത എക്സാം എഴുതും. മക്കളെ ചിലപ്പോൾ നിങ്ങൾ ടെൻഷനുള്ളിൽ നിങ്ങൾ എണ്ണി തെറ്റിപ്പോയതായിരിക്കാം. ഓക്കെ, ടെൻഷനിൽ നിങ്ങൾ എണ്ണി തെറ്റിപ്പോയതായിരിക്കാം. നിങ്ങൾ എന്തായാലും 40 മാർക്ക് കിട്ടാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്നത്തെ എക്സാമിന്. സോ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. ഈ 3 എക്സാമും എന്താണ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി അല്ലെ, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയി. എപ്പം? ഇന്ന് 4/1/2024 4 PM നമ്മുടെ കയ്യിൽ നിന്ന് പേപ്പർ 3യുടെ കൺട്രോളും പോയി ഇല്ലേ. 4 മണി തൊട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണ്? 6/1/2024 വരെ നമുക്ക് എന്ത് ചെയ്യാം? 4 PM വരെ കൺട്രോൾ ചെയ്യാവുന്ന പേപ്പർ ഇനി പേപ്പർ 4 മാത്രം. ഇനി ഈ പേപ്പർ 4 മാത്രം നമ്മുടെ കൺട്രോളിലുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാം? ഈ പേപ്പർ 4ന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? പേപ്പർ 4 ഞാൻ എങ്ങനെ നല്ല മാർക്ക് മേടിക്കും, അത് നമ്മൾ ഇനി നോക്കാം. ഇനി അതെല്ലാം കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ അടിച്ച് നിൽക്കണ്ട. പരീക്ഷ കേട്ടെ. ഓക്കെ, പരീക്ഷ കഴിഞ്ഞ 6-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സർപ്രൈസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സ്റ്റേ ട്യൂൺ. സിഎയുടെ നോട്ടിഫിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ചാനലിൽ മാക്സിമം സിഎ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മക്കള് കാത്തിരിക്കുക. എന്ത് തന്നെ ടെൻഷൻ ഉണ്ടായി പൊക്കോട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ആൻസേഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ പക്ക ഒരു കോളം മാത്രം മാർക്ക് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടില്ലേ? കാൽക്കുലേറ്റർ എടുക്കണം കേട്ടോ. കാൽക്കുലേറ്റർ എക്സാമിന് മുമ്പ് എടുക്കണം, നിർബന്ധമായിട്ടും കാൽക്കുലേറ്റർ എടുക്കണം. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റിന്റെ കൂടെ തന്നെ അഡ്മിറ്റ് കാർഡും മാറ്റി വെക്കേണ്ട, നിങ്ങളുടെ ബാഗിൽ തന്നെ ഇരുന്നോട്ടെ, മാറ്റി വെക്കാൻ പോകണ്ട. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സുഖമായിട്ട് നമുക്ക് പരീക്ഷ പാസ്സാക്കി എടുക്കാൻ പറ്റും. പേപ്പർ 4 ഇത് നിങ്ങളുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, എന്നെ കൊണ്ട് സാധിച്ചു ഫൗണ്ടേഷൻ പാസ്സായി. ഇനി നിങ്ങളെ കൊണ്ട് സാധിക്കാതിരിക്കാൻ പറ്റുമോ? എത്രയോ പിള്ളേര് ഫൗണ്ടേഷൻ പാസ്സായി. അവർക്കെല്ലാം പറ്റിയെങ്കിൽ നിങ്ങൾക്ക് പറ്റൂലേ? സോ നിങ്ങൾക്കും പറ്റും. സോ എന്ത് ചെയ്യാ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാം എന്താ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് ചെയ്യാം. എന്ത് സക്സസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും നന്നായി പഠിക്കുക. ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞ ഈ 1.5 ദിവസം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോവാ കേട്ടോ. നാളെ നിങ്ങൾ 2, 3, 4 ചാപ്റ്റർ നോക്കണം. ഇത് നോക്കണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഈ BCKയും ഈ 1ഉം 5ാം ചാപ്റ്റർ മാത്രം വെച്ചോണ്ടിരിക്കുകയല്ലേ, 2, 3, 4 കൂടി നോക്കണം. ഉറപ്പായിട്ട് ചോദ്യം തന്നെയാണ്. ഡിമാൻഡ് സപ്ലൈ പ്രൊഡക്ഷനൊക്കെ എന്താണ് സപ്ലൈനൊക്കെ ചോദ്യം ഉറപ്പായിട്ട് വരുന്നതാണ്. സോ ആ ഏരിയ നോക്കണം. ആ ഏരിയയിലും ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾക്ക് മാത്സ് ഒരു 500+ ചോദ്യങ്ങളെങ്കിലും ചെയ്ത് നോക്ക്. നിങ്ങൾ ഈ 1.5 ദിവസം നിങ്ങൾക്ക് പറ്റും. നമുക്കൊരു മിനിറ്റ് വേണ്ടി വരില്ല ചില എക്കണോമിക്സ് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി. സോ നിങ്ങൾക്ക് എന്താണ് 500 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ചോദ്യം ചെയ്യത്തില്ല. ഓക്കെ, ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു സെറ്റ് ആയിട്ട് ഇരുന്നിരുന്നു, ഒരു 2 മണിക്കൂറിന്റെ സെറ്റ് ആയിട്ട് ഇരുന്ന് കുറെ ക്വസ്റ്റ്യൻസ് എടുത്തു വെക്കുക. ആ 2 മണിക്കൂർ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉത്തരം നോക്കുക. തെറ്റിപ്പോയി ഉത്തരം എന്താണ് മനസ്സിലാക്കുക, അതിന്റെ കൺസെപ്റ്റ് പഠിച്ചോ. എന്നിട്ട് അടുത്ത സെറ്റ് ചെയ്യുക. ആ ഒരു സെറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ഇരുന്നു 2 മണിക്കൂർ സെറ്റ്, നിങ്ങൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്ത ശേഷം നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടിപ്പോയ 5 മിനിറ്റ് പോട്ടെ, 10 മിനിറ്റിന് എടുക്കുമെന്ന് വിചാരിക്കും ചെക്ക് ചെയ്യാൻ ആൻസർ. കാരണം ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടേ. ചെക്ക് ചെയ്ത് തെറ്റിപ്പോയതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക,
ഈ മാർക്ക് ചെയ്ത ആൻസേഴ്സിന്റെ കൺസെപ്റ്റ് പഠിക്കുക. കൺസെപ്റ്റ് പഠിച്ച് നിങ്ങൾ ഒരു 10 മിനിറ്റ് കൂടി ബ്രേക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത 2 മണിക്കൂർ സെറ്റ് ഇരിക്കുക. ഓക്കെ, അന്നേരം ഈ തെറ്റിപ്പോയ ശരിയായ ചോദ്യങ്ങളൊക്കെ ഈ 2 സെറ്റിൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ വേറെ ചോദ്യങ്ങളാണ് ചെയ്യണേ. അപ്പൊ അതിലും ഇങ്ങനെ ചെയ്യുക, ഈ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ എടുക്കുന്ന ബ്രേക്ക് നിങ്ങൾക്ക് 10 അല്ലെങ്കിൽ 30 മിനിറ്റ് എടുക്കണമെങ്കിൽ 30 മിനിറ്റ് എടുത്തോ, നിങ്ങളുടെ ടൈം അനുസരിച്ച്. നിങ്ങളിപ്പോ അടുപ്പിച്ച് കുറെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഇന്ന് മിനിമം ഒരു 2-3 സെറ്റിംഗ് ഇരിക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങളിപ്പോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ അങ്ങനെ പഠിക്കുകയായിരിക്കും ചെയ്തേക്കണം. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പാടെടുക്കുക, ചോദ്യങ്ങൾ ചെയ്യുക. ടെസ്റ്റിൽ എക്സസൈസ് ഫുൾ ആയിട്ട് എന്തായാലും ചെയ്ത് നിർത്തിയിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് കാണാം. നാളത്തെ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് കാണാം. All the best wishes. Best of luck.